തോരന്ന് വീഴുമ്പോഴാണ് മുപ്പര് ഓടി വന്നത്. ഒക്കെ വീണ കണ്ടപ്പോഴാണ് ഞാൻ എന്നെ വരാൻ വിട്ടില്ല, നീ പോണ്ട വേണ്ടിട്ട് ഞാൻ അവിടെ വേറെ താമസിക്കുകയായിരുന്നു. അപ്പോൾ വന്നപ്പോഴാണ് ഇവിടെ നോക്കുമ്പോൾ അതിൽ വീട് നടക്കണം. ഇതൊക്കെ അടിയിലായിരുന്നു. ഇതൊക്കെ വലിച്ചു കൊണ്ട് കൂട്ടുകാരന്മാരൊക്കെ വലിച്ചെടുത്തതാണ്. അപ്പം എൻ്റെ ഉള്ളിൽ ഒരു ബൈക്ക് കിടക്കുന്നുണ്ട്. നമ്മുടെ അനിയൻ്റെ വണ്ടിയാണ്. ആകെ 2 ആഴ്ച ആയിട്ട് ഇവിടെ എടുത്തിട്ട്. പുതിയ വണ്ടിയായിരുന്നു. പുതിയ വണ്ടിയാണ്. അതിശക്തമായ മഴ തന്നെയാണ് പാലക്കാട് ജില്ലയിലും ഒന്നുണ്ടായത്. ഞങ്ങളുള്ളത് പാലക്കാട് പുതുപ്പള്ളി തെരുവിലാണ്. പുതുപ്പള്ളി തെരുവ് പത്തുകുടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു വീട് നിലംപൊത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത്. ഷാഹുൽ അമീദ് എന്ന് പറയുന്ന ആളുടെ ഉടമസ്ഥതയിലുള്ള വീടാണ് നിലംപൊത്തിയത്. അദ്ദേഹത്തിൻ്റെ മകൻ നമ്മളൊപ്പം ചേരുന്നുണ്ട്. എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്? രാവിലെ 7 മണിയാവും. ആ സമയത്ത് ആരൊക്കെ വീട്ടിലുണ്ടായിരുന്നു? വീട്ടിൽ ഉമ്മ, വാപ്പ, പെങ്ങള്, അനിയൻ്റെ ഭാര്യ, പിന്നെ അനിയൻ, 5 പേര്. അറിഞ്ഞത് തോരന്ന് വീഴുമ്പോഴാണ് മുപ്പര് ഓടി വന്നത്. ഒക്കെ വീണ കണ്ടപ്പോഴാണ് ഞാൻ എന്നെ വരാൻ വിട്ടില്ല, നീ പോണ്ട വേണ്ടിട്ട് ഞാൻ അവിടെ വേറെ താമസിക്കുകയായിരുന്നു. അപ്പോൾ വന്നപ്പോഴാണ് ഇവിടെ നോക്കുമ്പോൾ അതിൽ വീട് നടക്കണം. ഇതൊക്കെ അടിയിലായിരുന്നു. ഇതൊക്കെ വലിച്ചു കൊണ്ട് കൂട്ടുകാരന്മാരൊക്കെ വലിച്ചെടുത്തതാണ്. അപ്പം എൻ്റെ ഉള്ളിൽ ഒരു ബൈക്ക് കിടക്കുന്നുണ്ട്. നമ്മുടെ അനിയൻ്റെ വണ്ടിയാണ്. അപ്പോൾ ആകെ 2 ആഴ്ച ആയിട്ട് ഇവിടെ എടുത്തിട്ട്. പുതിയ വണ്ടിയായിരുന്നു. പുതിയ വണ്ടിയാണ്. അങ്ങനെ പുതിയ ഒരു വാഹനമാണ് അതിനുള്ളിൽ പെട്ടിട്ടുള്ളത് അല്ലേ? ആ രീതിയിൽ ഉള്ളൊരു അപകടമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നമ്മളൊപ്പം ഈ പ്രദേശത്തെ കൗൺസിലർ കൂടി ചേരുന്നുണ്ട്. കൗൺസിലർ എപ്പോഴാണ് അപകടം അറിയുന്നത്? ഞാൻ 7 മണിയാകുമ്പോൾ 6:45 നമ്മുടെ ഭാരതനഗരനെ എൻ്റെ വാർഡിൽ തന്നെ വെള്ളം വീട്ടിൽ കയറിയിട്ട് ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ അയൽവാസി ബദറുന്നീസ പറഞ്ഞവർ എന്നെ വിളിച്ചു. പെട്ടെന്ന് വീട് വീണിട്ട് ഒരു സൗണ്ട് കേട്ടു പറഞ്ഞു. അപ്പം തന്നെ ഞാൻ ഇവിടെ എത്തി. KSBയിലേക്ക് വിളിച്ചു പറഞ്ഞു. അവരും ഞങ്ങളൊപ്പം എത്തി. അവർ കറണ്ട് കട്ട് ചെയ്തു. പിന്നെ ഇവിടുന്ന് ആൾക്കാരൊക്കെ നോക്കുമ്പോൾ ഇവരൊക്കെ മാറ്റിയിട്ട് ബന്ധു വീട്ടിൽ അങ്ങോട്ട് കൊണ്ടുപോയത്, മാറ്റിയത്. അപ്പോഴേക്കും ഇവരൊക്കെ പുറത്തു വന്നു. പിന്നെ മരുമോളുണ്ട് ഇവിടെ, കുട്ടി അച്ഛൻ 10-65 വയസ്സായ സുഖമില്ലാത്ത ആളാണ്. ഭാര്യയുണ്ട്, മോളും ഉണ്ട്, അതും സുഖമില്ലാത്ത ഒരു മോളാണ്. അപ്പോൾ ഇവിടെ താമസം 5 പേര്. സാമ്പത്തികമായിട്ട് തീരെ ഇതില്ലാത്തവരാണ് അവർ. ഒരു കൈവണ്ടിയിലാണ് കച്ചവടം ചെയ്യണത്. മകൻ ഉള്ളിയൊക്കെ വെച്ചിട്ട് കച്ചവടം ചെയ്യുന്നത്. വണ്ടി ഒരു ലോണാണ്, അതെന്താ വീട്ടിൻ്റെ അടിയിൽ പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു അപകടാവസ്ഥയിലാണ് ഈ വീട് എന്നുള്ളത് നേരത്തെ അറിഞ്ഞിട്ടൊന്നുണ്ടായിരുന്നില്ല. നേരത്തെ അറിഞ്ഞിട്ടില്ല. പറഞ്ഞാൽ അവർക്ക് സാമ്പത്തികമായിട്ടില്ല. ഇപ്രാവശ്യം ഞാൻ വാർഡ് സഭ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു 50,000 രൂപ വീട് PMA വഴിയൊന്നും ഇല്ല. ഒരു 50,000 രൂപ ഞാൻ സഹായിച്ചു തരാം, നമുക്ക് മേൽക്കൂര എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയും ചെയ്തു. ഇപ്പം ഞാൻ 2 ദിവസം മുമ്പ് വന്നിട്ടാണ് ഇവിടെ. നമ്മൾ ഒരാഴ്ചയായി ക്ലീൻ ചെയ്തിട്ട്, ഡ്രൈനേജൊക്കെ ക്ലീൻ ചെയ്തിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഒരു 50,000 രൂപ നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടും, അത് വാങ്ങി തരട്ടെന്ന് അച്ഛനോട് ചോദിക്കുകയും ചെയ്തു. അപ്പം ഞാൻ നോക്കട്ടെ, കുട്ടികളുടെ അടുത്ത് ചോദിച്ചിട്ട് പറയാമെന്നും പറഞ്ഞു. ആ വീട്ടിൻ്റെ അവസ്ഥ എനിക്ക് അറിയായിരുന്നു. ഭയങ്കര അവസ്ഥയാണ്. തറവാട് വീടാണ്. അപ്പോൾ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും എന്തെങ്കിലും അവർ 8 പേരുണ്ട്. പക്ഷെ ഇപ്പോൾ ഇവിടെ വീടിൻ്റെ സമയത്ത് 5 പേര്. അപകട സമയത്ത് 5 പേരുള്ളിലുണ്ടായിരുന്നു. എന്നാൽ ശബ്ദം കേട്ടപ്പോൾ പുറകുവശത്തെ ഡോറിലൂടെ പുറത്തേക്ക് ഓടുകയായിരുന്നു. അങ്ങനെയാണ് ആളുകൾക്കൊന്നും തന്നെ അപകടമേൽക്കാതെ അല്ലെങ്കിൽ പരിക്കേൽക്കാതെ രക്ഷപ്പെടാനായത്. ഏതായാലും വീടിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും നിലംപൊത്തിയിട്ടുണ്ട്. ഇനി ഇത് ഉപയോഗിക്കാനാകാത്ത രീതിയിൽ തന്നെയാണ്. അത്ര വലിയൊരു അപകടം തന്നെയാണ് ഉണ്ടായത്. ഇപ്പോൾ നാട്ടുകാരും മറ്റു ആളുകളൊക്കെ തന്നെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ ബൈക്ക് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. പുതിയ ബൈക്കാണ് അത്. ഇവിടുത്തെ ഇളയ മകൻ്റെ ബൈക്കാണ്. ആ ബൈക്ക് പുതിയൊരു ബൈക്ക് ലോൺ എടുത്ത് വാങ്ങിയതാണ്. ആ ബൈക്ക് ഇപ്പോൾ പൂർണ്ണമായും ഉപയോഗിക്കാനാകാത്ത തരത്തിൽ ഉപയോഗശൂന്യമാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ തരത്തിൽ വലിയ അപകടം തന്നെയാണ് പാലക്കാട് പുതുപ്പള്ളി തെരുവ് പത്തുകുടി എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ന് രാവിലെ ഉണ്ടായത്. ക്യാമറാമാൻ ഷിജി ചേറ്റൂരിനൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1 പാലക്കാട്.